പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് ഏവർക്കും ഫുഡ് ആൻഡ് ട്രാവൽ ബൈ കരിച്ചാരൻ ആദർശയിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ്. വളരെ ടേസ്റ്റിയായി ചിക്കൻ ഫ്രൈ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ആവശ്യമായത് ഇവിടെ ഒരു കോഴിയെടുത്ത് നന്നായി കഷ്ണിച്ച് അത് കഴുകി വൃത്തിയാക്കി വെച്ചതിൻ്റെ മുകളിലേക്ക് അരച്ച് പേസ്റ്റാക്കിയ ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ നല്ലതുപോലെ പേസ്റ്റാക്കി അതിൻ്റെ ഇട്ട് കൊടുത്തു. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ശേഷം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അല്പം കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എരി കുറഞ്ഞിരിക്കും, കളറും കിട്ടും. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല പൗഡർ അതിട്ട് കൊടുത്ത് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്ത വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. പക്ഷേ എൻ്റെ മക്കൾക്ക് എരിയായത് കൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത്. നിങ്ങളിപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. മറന്നു പോരുത്, ഇപ്പം തന്നെ ചെയ്യണം. നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ ലെഗ് പീസൊക്കെ നല്ലതുപോലെ ഒന്ന് വരഞ്ഞിട്ട് കഴിഞ്ഞാൽ അരപ്പൊക്കെ അതിനുള്ളിലേക്ക് പിടിച്ചോളും. അപ്പോൾ നല്ലതുപോലെ ഇത് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറെങ്കിലും മാക്സിമം നമ്മൾ വെച്ചിരിക്കണം. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ആ ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ തട്ടുകളിലേക്ക് കിട്ടുന്നത് പോലെ കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ കൂടി നമുക്കൊന്ന് ഇത് ഈ എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് കുറച്ച് വറ്റൽ മുളക് കൂടി കൃഷി ചെയ്തിട്ട് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ എരി കൂടുമെന്നുള്ളത് കൊണ്ട് ഇട്ടിട്ടില്ല. നല്ലതുപോലെ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ തട്ടുകടയിലേക്ക് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് അതിലേക്ക് കുഴച്ച് 1 മണിക്കൂറോളം വെച്ചിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. നമ്മളതിലേക്ക് ഉപ്പിടുമ്പോൾ ഒരല്പം മുന്നിട്ട് നിൽക്കാൻ കൂടി ശ്രദ്ധിക്കണം. കാരണം എങ്കിലേ ആ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് ചിക്കനിലേക്ക് പിടിക്കുമ്പോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫുഡ് ആൻഡ് ട്രാവൽ ബൈ കരിച്ചാരൻ ആദർശ. താങ്ക് യു.